പക്ഷെ ആനടാ എന്താ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളത് എങ്ങോട്ടാ രാവിലെ തന്നെ കുറ്റിയും പറിച്ച് പോകണമെന്നല്ല, ഞങ്ങൾ ആനേനെ കാണാൻ പോകും. ആർഷു കുറേ ദിവസമായി പറയണു ആനേനെ കാണണം. അപ്പം ഞങ്ങൾ കോട്ടൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ചടുത്താണ്, അത്ര അടുത്തല്ല, കുറച്ച് പോകാനുണ്ട്. അപ്പം ഞങ്ങൾ മഴയൊക്കെയാണ് ഓട്ടോയിലാണ് പോയത്. കസിൻ്റെ ആ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കോട്ടൂർ ഒരാൾക്ക് 60 രൂപയുണ്ട് ഇവിടെ ടിക്കറ്റ്. എനിക്ക് അതെന്തോ ഭയങ്കര എക്സ്പെൻസീവായി തോന്നി, കാരണം അത്രയ്ക്ക് കാണാനൊന്നുമില്ല. ഫ്രണ്ടിൽ കുറച്ചാണ് നടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ആനേനെ കാണാം കേട്ടോ, മതിലുള്ള. അപ്പോൾ ആരുഷ് പറയേണ്ടത് അമ്മ അതേ ആന ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ ആനേനെ കണ്ടു, ആന എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആന അവിടെ അകത്താണ് കെട്ടിയിട്ടേക്കണത്. കുറച്ച് കണ്ടു. പക്ഷെ ഇവനാണെങ്കിൽ ആന എന്ന് പറഞ്ഞാൽ ഓടിപ്പോവാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു വടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ അവൻ പോയി കഴിഞ്ഞാൽ ആനയുടെ അടുത്തേക്ക് പോവില്ലേ. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി പിടിച്ചു. ഈ ആനയ്ക്കാണെങ്കിൽ അങ്ങനെ ചങ്ങലൊന്നും ഇട്ട് കണ്ടില്ല കേട്ടോ. ഞാൻ ഒരു ചങ്ങല ഇങ്ങനെ എന്നുള്ള മൂപ്പരാട് ഭയങ്കര ഡാൻസുകളായിരുന്നു അവിടെ നിന്നിട്ട്. ഞങ്ങളെ കണ്ടിട്ടാണോ എന്നറിയില്ല, ഫോട്ടോ എടുക്കണത് കണ്ടിട്ടാണോ എന്നറിയില്ല, ഭയങ്കര കാലുകൊണ്ട് സ്റ്റെപ്പ് ഇടുക, കൈ കൊണ്ട് ഇതല്ല തുമ്പി കൈ കൊണ്ട് സ്റ്റെപ്പ് ഇടുക, അങ്ങനെ ഭയങ്കര ഡാൻസായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതിനൊക്കെ ടാറ്റ പറഞ്ഞിട്ട് അടുത്ത ആനേനെ കാണാൻ പോയി. അത് കാണാൻ പോകുമ്പോഴാണ് ഞങ്ങൾ അടുത്ത അവിടെയുള്ള ജോലി ചെയ്യുന്ന ചേച്ചിമാർ പറഞ്ഞത്, ഇവിടെയുള്ള ആനേനെയൊക്കെ രാവിലെ 10 മണിയാകുമ്പോൾ കാട്ടിലേക്ക് കൊണ്ടുപോകും, അത് കഴിഞ്ഞിട്ട് ഇനി വൈകിട്ടേ കൊണ്ടുള്ളൂ. ഒരു ആനേനെ അവിടെ കിട്ടിയിട്ടുണ്ട്, അതിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ആന ഇത്തിരി പെശകാണ്, അതുകൊണ്ട് കാട്ടിലേക്ക് വിടില്ല, അതുകൊണ്ട് ഈ ആനേനെ ഇവിടെ കെട്ടിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ആനേനെയും കണ്ടിട്ട് അടുത്തത് കാട്ടിക്ക് പോയി കാണാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇതിനുള്ളിൽ വന്നപ്പോൾ ഇവിടെ ഒരു മൂന്നാനേനെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആനകളൊക്കെ കാട്ടിൽ പറഞ്ഞയച്ചേക്കാമെന്ന് പറഞ്ഞു. അവിടെ രാവിലെ 10 മണിക്ക് പോയാൽ പിന്നെ വൈകിട്ട് 4 മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. പിന്നെ ദേ ഈ മരത്തിൻ്റെ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 ആനയും മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. പിന്നെ ബാക്കിയുള്ള ആനേനൊക്കെ കാണണമെങ്കിൽ അങ്ങോട്ട് കാട്ടിൽ പോയിട്ടുണ്ട്. ഒരു 4 കുട്ടി ആനകളുണ്ട്, അവർ പോയിട്ടുണ്ട്, കാണാൻ പറ്റുമോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരി കുറച്ച് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കണം. പോകുമ്പോൾ ഞാനങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ കാടിൻ്റെ ഉള്ളിലൊരു ആന അവിടെ നിന്ന് അത്ര പെട്ടെന്ന് ക്ലിയറായിട്ടൊന്നും കാണണ്ട, അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കറക്റ്റ് അവിടെ പോയി നോക്കുമ്പോൾ 4 കുട്ടി ആനകൾ പോയിട്ട് തിരിച്ച് കളിക്കാൻ തോന്നുന്നുണ്ട്, തിരിച്ച് വരികയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് അവിടെ അടുത്ത് പോയി, ഇവിടെ അങ്ങനെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വേലിയുടെ അടുത്തൊക്കെ പോയി നിന്നു. ആനനെയൊക്കെ കണ്ടു. ഭയങ്കര കളിയായിരുന്നു അവിടെ 4 കൂടിയിട്ട്. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരിക്കും, അപ്പോൾ നല്ല അടുത്ത് കാണാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവർ ഇറങ്ങി വരുന്നില്ല, അവിടെ തന്നെയാണ് നിന്നിരുന്നു. 2 ആനകളും തുമ്പിക്കൈയൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ നിന്ന് ഭയങ്കര കളിയായിരുന്നു അവിടെ. അത്ര അടുത്തുനിന്നൊന്നും കാണാൻ പറ്റിയില്ല, എന്നാലും അത്ര ദൂരമല്ല കേട്ടോ. കണ്ടില്ലേ, കൈ കൊണ്ടൊക്കെ ഭയങ്കര ഒരു സർക്കാരിൻ്റെ ചിഹ്നം, അത്രയ്ക്ക് എത്തിയില്ലെങ്കിൽ അത് ആ ഒരു ഫുള്ള് ഇത് കണ്ടില്ല കേട്ടോ. പക്ഷെ ആ ഒരു സർക്കാരിൻ്റെ ചിഹ്നത്തിൻ്റെ ഏതാണ്ട് പകുതി കാണാം, കൈ തുമ്പിക്കൈയൊക്കെ ഇട്ട് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു അവിടെ നിന്നിട്ട്. ആരുഷ്ണ ആന അമ്മ ആന അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ വീടിൻ്റെ അവിടെ ആനക്കോട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ ആനേനൊക്കെ ഇങ്ങനെ കാട്ടിക്ക് പറഞ്ഞയക്കണത്, എന്നിട്ട് തിരിച്ചവരിതുപോലെ വരുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണണേട്ടോ. അവിടെ അങ്ങനെ ചങ്ങലയിലിട്ടിട്ടൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. കുഞ്ഞാന മറ്റേ സർക്കാരിന്റെ ചിഹ്നം വരുന്നുണ്ട് 4 പേര് 4 പേര് പറഞ്ഞു. കുഞ്ഞാനേ ആനയുടെ സ്നേഹപ്രകടനം കഴിഞ്ഞപ്പോൾ അടുത്തത് അവനെ എടുക്കണം. എടാ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല, അവൻ എങ്ങനെയെങ്കിലും എടുക്കണം. പിന്നെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ വേറെ സൈഡിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെയും ഏട്ടൻ്റെയും കൈ പിടിച്ച് നടക്കണം മൂപ്പരാണ്.
ഇവിടെ മഴയൊക്കെ പെയ്ത കാരണം ഇത്തിരി ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് നടത്താനൊന്നും പറ്റില്ല. അവൻ ഒറ്റയ്ക്ക് നടക്കണമെന്ന് പറയും, പക്ഷെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങളുടെ കൈ പിടിച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശരി ഞങ്ങളുടെ രണ്ടാളുടെയും കൈ പിടിച്ച് ഭയങ്കര നടത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പരാൾ ഒരു കുട വാങ്ങിച്ച് പിന്നെ കുട കുത്തി നടക്കലായി. അത് ഞങ്ങൾ കുട കുത്തി നടക്കണ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ആ മൂപ്പരാൾക്കും കുട കുത്തി നടക്കണമെന്ന് പറഞ്ഞു. പിന്നെ കുട കുത്തി നടക്കണ വീഡിയോസ് എടുക്കൽ, ഫോട്ടോ എടുക്കൽ, അങ്ങനെ കുറേ നേരം കുട കുത്തി പിടിച്ച് നടക്കുകയായിരുന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ മൂപ്പരാൾക്ക് ഭയങ്കര ക്ഷീണമായിട്ടാണ് കുട കുത്തി നടക്കുമ്പോൾ. പിന്നെ എന്ത് ചെയ്ത് ഞങ്ങളുടെ കസിൻ മൂപ്പരാൾ ഒരു സൈഡിൽ പിടിച്ചിട്ട് മൂപ്പരാൾ അരിശ ഒരു സൈഡിൽ പിടിച്ച് അങ്ങനെ കുറേ നേരം നടത്തി അങ്ങനെ കുറേ നേരം അങ്ങനെ നടത്തി. കുറേ നേരമൊക്കെ നടന്നിങ്ങനെ ആനകളെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ആനകളെ പിന്നെയും കണ്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ചെളിയൊക്കെ ആകെ മൊത്തവിടെയൊക്കെ ചെളിയായിരുന്നു. പിന്നെ ഏട്ടൻ അവനെടുത്തു. എന്നിട്ട് ഞങ്ങളടുത്ത് അവർ പറഞ്ഞു വേറൊരു സൈഡിലേക്ക് പോയാൽ ഒരു ആനേനെയും കൂടിയും കാണാം, പിന്നെ അവിടെ വേറെ മറ്റേ പുഴയൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു, കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവുക. രണ്ട് സൈഡിൽ ഫുള്ള് മരങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ട് സൈഡിൻ്റെയും നടുക്കിൽ കൂടെ നടന്നു പോയി. അവിടെ ഒരു ആനയും കൂടി ഉള്ളു, ആകെ മൊത്തം 13 ആനയോട് ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷെ 13 എണ്ണീട്ടൊന്നും അത്രയൊന്നും എത്തിയില്ല കേട്ടോ. ഞങ്ങൾ ഏട്ടനെ കുറച്ച് നേരം എടുത്തപ്പോൾ പിന്നെ ഉണ്ണീനെ ഞാൻ എടുത്തു, അവരുടെ അടുത്ത് അങ്ങനെ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരാൾക്ക് അവനാണെങ്കിൽ പിന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞ് പിന്നെ ഏട്ടൻ തോർത്തൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ, മറ്റേ ആനേനെ കാണണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ മറ്റേ പുഴയുടെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് നടക്കുക. പുഴയുടെ അവിടെ എത്തിയിട്ടാണ് അവിടെ ഞങ്ങൾ വരുന്ന ടൈമിൽ മറ്റേ ബോട്ടില്ലേ പെഡൽ ബോട്ട്, അതിങ്ങനെ രണ്ടാൾക്കാരിങ്ങനെ ചവിട്ടുന്നതാണ്. പിന്നെ ഞങ്ങൾ നടന്ന് അവിടേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ പെഡൽ ബോട്ട് മാത്രമല്ല കേട്ടോ, മറ്റേ കുട്ടവഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ ചങ്ങാട ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ. പക്ഷെ നല്ല പീസ്ഫുൾ കേട്ടോ. അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മളും അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഭയങ്കര ക്രൗഡൊക്കെ ആവുമല്ലോ, പക്ഷെ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ആ ഒരു ഇത് ഭയങ്കര എനിക്കിഷ്ടമായി. കാരണം നമുക്ക് ഭയങ്കര അത്രയും പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ആ ഒരു മൈൻഡിലൊക്കെ. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ശുദ്ധവായുവൊക്കെ ആയിരുന്നു, ഭയങ്കര സൈലൻറ്റ് കാടൊക്കെ പിന്നെ മലയണ്ണാൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. കാറ്റിൻ്റെ ആ ഗതിയിൽ വെള്ളം ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ വേറെ ഒരു ഫാമിലി അല്ലാതെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നവർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ പോയി. ഞങ്ങൾ ചോദിച്ചു പെഡൽ ബോട്ടിന് എത്രയാണ്, 100 രൂപയും പിന്നെ കുട്ടവഞ്ചിക്ക് 400 അങ്ങനെയൊക്കെ പറഞ്ഞു തോന്നുന്നു. നല്ല റേറ്റൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പിന്നെ ചെറിയ ഉണ്ണികളെ വെച്ചിട്ട് ചിലപ്പോൾ അവനാണെങ്കിൽ വെള്ളമൊക്കെ കാണുമ്പോൾ ചാടാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല, അതിലേക്കൊന്നും പോയില്ല. ഈ ഫാമിലീസ് പോയി. പിന്നെ അല്ലാതെ ചങ്ങാടത്തിൽ കുറേ ചേട്ടന്മാർ പോണുണ്ട്. ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തുന്നു. അർഷ് കുറേ പറഞ്ഞു കേട്ടോ, അമ്മ അതിൽ പോവാന്നൊക്കെ പറഞ്ഞു. അതിന് വേണ്ടാന്ന് വെച്ചു. അതൊക്കെ കുറേ നേരം അവന് കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അതെ അതുപോലെ ഇവിടെ ഒരു ആന ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആനയ്ക്ക് ടാറ്റ കൊടുക്കണം മൂപ്പരാൾ. ഇവിടെ ഈ സൈഡിൽ ഞങ്ങൾ ഈ ഒരു ആനയെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ആനയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ മൂപ്പരാൾക്ക് കുട വേണം, ഒറ്റയ്ക്ക് നടക്കാം, ഞങ്ങളുടെ കയ്യിലുള്ള കുടയൊക്കെ വാങ്ങിച്ച് നടക്കലാണ് മൂപ്പരാളുടെ പണി. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിച്ചു ശരി വിശന്ന് തുടങ്ങി, ഒരു ഉച്ച ടൈമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അവനും വിശക്കുണ്ടാവുമല്ലോ വെച്ചിട്ട് ശരി ഞങ്ങൾ പുറത്ത് പോവുക, അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ശരി പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി എന്തെങ്കിലും വീഡിയോയിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് പറയുക. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.